ബീവി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ഹമ്മത്ത് ബിഹി. സുലൈഖ ബീവിയുടെ മനസ്സ് മോശമായ പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്. അനാവശ്യ ചിന്തകളിൽ നിന്ന് സുരക്ഷിതനാണ്. വിശുദ്ധ വിചാരങ്ങൾ മാത്രമേ അവർ കൈക്കൊള്ളുകയുള്ളൂ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമാകുന്ന പിതാവിൻ്റെ ചിത്രം യൂസുഫ് നബിക്ക് മുന്നിലേക്ക് തെളിയുകയാണ്. യൂസുഫ് മോൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം വീട്ടിലിരുന്നു കൊണ്ട് കരയുകയാണ്. ആ ചിത്രം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതിനെ അറിയിക്കുന്ന ആയത്ത് പൂർണ്ണമായും വായിക്കുകയാണെങ്കിൽ, വഹമ്മ ബിഹ ലൗല അർറഅ ബുർഹാന റബ്ബിഹി. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മോശമായി ചിന്തിച്ചു പോയേനെ. പക്ഷേ അള്ളാഹുവിൻ്റെ കാവലുണ്ടായി യൂസുഫ് നബിയുടെ ചിന്തകൾ ചരിഞ്ഞു പോയില്ല. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചിന്തകൾ സുലൈഖ ബീവിയിലേക്ക് പോയില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ പേരിലുള്ള പുതിയ പ്രസ്ഥാനക്കാർ, വിശുദ്ധരായ പ്രവാചകന്മാരെ വക്രീകരിച്ച് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നവർ, അവർ ഈ ആയത്തിനെ അടർത്തിയെടുത്തിട്ട് വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുലൈഖ ബീവിയിലേക്ക് ചിന്ത പോയി എന്ന ആശയത്തെ മാത്രം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ആയത്തിൻ്റെ അനുബന്ധ ഭാഗം ലൗല അർറഅ ബുർഹാന റബ്ബിഹി എന്നത് അവർ മൂടിവെക്കുന്നു. അങ്ങനെ ആ അനുബന്ധ ആയത്തിനെ മൂടിവെച്ചാൽ മാത്രമേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുകയുള്ളൂ. അത് അവർക്ക് അംഗീകരിക്കാനാകുന്നില്ലെങ്കിൽ തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് പ്രവാചകർക്ക് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് അല്ലാഹു വ്യക്തമാക്കുന്നു. അതിനു പുറമെ പിശാചിൻ്റെ തന്നെ വ്യക്തമായ പ്രസ്താവനയുണ്ട്, ഇബ്ലീസിൻ്റേതുണ്ട്, ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ. അല്ലാഹുവേ, ഞാൻ നിൻ്റെ മിക്ക അടിമകളെയും വഴിപിഴപ്പിക്കും, എന്നാൽ നിൻ്റെ പ്രത്യേകക്കാരായ അടിമകളെ പിഴപ്പിക്കാൻ പറ്റില്ല. അതിനു പുറമെ സുലൈഖ ബീവി തന്നെ പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ നിരപരാധിത്വത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ മാത്രം ശ്രമിക്കുന്ന പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഇരുട്ടിൻ്റെ ആളുകൾ മാത്രം വഹമ്മ ബിഹ എന്ന ആയത്തിൽ